We were discussing about the different types of simulation. The three types are simulation exercise, where a piece of reality is presented to the patient and they can manipulate the situation in order to understand the corresponding real life situation. Simulation game, where a game representing a real life situation is given to the learners. They can compete among themselves in order to achieve an objective. And the last type was role playing, in which a real life situation is given to the students. They are assigned different roles which are involved in the real life situation, and they have to interact among themselves in order to solve that particular problem in the human relationship. So these are the basic three types of simulation. ഇനിയിപ്പോൾ നേഴ്സിംഗിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്തിലേക്ക് വരികയാണെങ്കിൽ വി ക്യാൻ ഹാവ് സിമുലേഷൻസ് യൂസിങ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ആർ സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വിൻസ്, simulated or standardized patients, computer screen based clinical case simulators, realistic high-tech procedural simulators or task trainers, virtual reality, realistic high-tech interactive patient stimulators. സോ ഇതൊക്കെയാണ് മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഫീൽഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സിമുലേഷൻസ് വിച്ച് ആർ യൂസ്ഡ് വിത്ത് ഓർ വിച്ച് ആർ ഡൺ വിത്ത് ഡിഫറെൻറ്റ് സെറ്റിങ്സ്. ആദ്യത്തേത് സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വിൻസ്. ലൈക്ക് നമ്മളുടെ ലബോറട്ടറിയിലുള്ള കുറേ ഡമ്മീസ് ഇല്ലേ, വിച്ച് ആർ സിമ്പിൾ മോഡൽസ്. സോ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള മാനിക്വൻസിനെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സിമുലേറ്റഡ് സിറ്റുവേഷനാണ് സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വൻസ്. ലൈക്ക് അതുപോലത്തെ ഒരു സിമ്പിൾ ഡമ്മീനെ വെച്ച് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറഞ്ഞ് ഇനി എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ഒരു പ്രോസസ്സാണ് സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വൻസ്. In the next thing we have simulated or standardized patients. സിമുലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്ലിനിക്കൽ സിനേരിയോനോട് ചേർന്ന രീതിയിൽ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ആ ഒരു പേഷ്യൻ്റായിട്ട് ഇനാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. സോ ഇത് റോൾ പ്ലേ തന്നെയാണ്. ഇവിടെ സിമുലേഷനോട് ചേർന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ലിനിക്കൽ സിനേരിയോട് ചേർന്ന രീതിയിൽ ഒരാൾ ഇനാക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സിമുലേറ്റഡ് ഓർ സ്റ്റാൻഡർഡൈസ്ഡ് പേഷ്യൻസ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, ആൾക്ക് ഇന്ന സ്ഥലത്താണ് വേദന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ് ഒരാളുടെ ദേഹത്ത് പ്രാക്ടീസ് ചെയ്യില്ലേ. So that is one of the example for simulated or standardized patients. ഇവിടെ ഈ പേഷ്യൻസിന് മുൻകൂറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്, എന്ത് ഡയലോഗ്സ് ആണ് ഈ ഒരു കുട്ടി ചോദിക്കുമ്പോൾ പറയേണ്ടത് എന്നൊക്കെ മുൻകൂറായിട്ട് പറഞ്ഞു കൊടുക്കും. ആൻഡ് അക്കോർഡിംഗ്ലി ദേ വിൽ ആക്ട്. So that is simulated or standardized patients, where a student or a person with very similar characteristics to that of the simulated clinical scenario will be enacting the role. സോ ആദ്യത്തെ രണ്ട് ടൈപ്സ് കണ്ടു, സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വിൻസ്. അത് നമ്മളുടെ സാധാരണ ഡമ്മീസിനെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിമുലേഷൻ ആണ് ആദ്യത്തേത്. രണ്ടാമത്തേത് ഒരു റോൾ പ്ലേ ആണ്, വേർ വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഓർ വൺ ഓഫ് ദ പേഴ്സൺ വുഡ് ബി എനാക്ടിങ് ദ ക്ലിനിക്കൽ സിനേരിയോ. ഇനി മൂന്നാമത്തേതാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ ബേസ്ഡ് ക്ലിനിക്കൽ കേസ് സിമുലേറ്റേഴ്സ്. സോ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡമ്മീസ് അല്ലെങ്കിൽ മാനിക്വൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ സിമുലേഷൻ ആണ്. ഇവിടെ ഒരു മാനിക്വിൻ ഉണ്ടാവും. ഈ മാനിക്വിൻ്റെ നോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹീമോഡൈനാമിക്സ് മോണിറ്റർ പോലെ ഒരു സ്ക്രീൻ ഉണ്ടാവും. And all the clinical parameters of this patients according to the clinical scenario will be displayed on the screen, like patient temperature, patient heart rate, patient ECG, patient BP. ഇതൊക്കെ ഈ ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൽ
സൈമുൾട്ടേനിയസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പോകും. ആൻഡ് ആരാണോ സിമുലേഷൻ ചെയ്യുന്നത്, ലൈക്ക് ടീച്ചർ ഈ ഒരു ക്ലിനിക്കൽ സിനേറിയോയ്ക്ക് ഉചിതമായ പാരാമീറ്റേഴ്സ് നേരത്തെ സെറ്റ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിനെ, ഇതാണ് ക്ലിനിക്കൽ സിനേറിയോ എന്ന് വെച്ചാൽ, ഒരു പേഷ്യൻറ്റിനെ ഹൈ BP ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ കുട്ടി പേഷ്യൻറ്റിനൊക്കെ അസസ് ചെയ്തിട്ട് BP ഒക്കെ നോക്കുമ്പോൾ ആ ഒരു മോണിറ്ററിൽ ഹൈ BP ആയിരിക്കും കാണിക്കുക, 240 ഒക്കെ കാണിക്കും. അപ്പോൾ പേഷ്യൻ്റ് കുട്ടി ആദ്യമേ ഒരു മെഡിക്കേഷൻ കൊടുത്തു. അപ്പോൾ എത്രയാണ് BP കുറയേണ്ടത്, ആ ഒരു മെഡിക്കേഷനോട് യോജിച്ച രീതിയിൽ എങ്ങനെയാണ് BP കുറയേണ്ടത് എന്ന് മുൻകൂറായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ആ കുട്ടിയുടെ ആ ഒരു റെസ്പോൺസിനോട് ഉചിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു ചേഞ്ച് ആ ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വാർഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ റെസ്പോൺസസ് ആർ ഓൾസോ ഷോൺ ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ഇൻ ദ നമ്മളുടെ കമ്പ്യൂട്ടർ മോണിറ്റർ. സോ ദാറ്റ് ഈസ് computer screen based clinical case simulators, which are high tech simulators with attached computer monitors where all the vital parameters of the patient can be displayed on the screen according to the clinical scenario. ഇനി അടുത്തതാണ് റിയലിസ്റ്റിക് ഹൈടെക് പ്രൊസീജിയറൽ സിമുലേറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതിനൊരു പേരും കൂടി ഉണ്ട്, വിച്ച് ആർ ടാസ്ക് ട്രെയിനേഴ്സ്. സോ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഹൈടെക് പ്രൊസീജിയറൽ സിമുലേറ്റേഴ്സിനെയാണ് ടാസ്ക് ട്രെയിനേഴ്സ് എന്ന് പറയുക. ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ET ഇൻറ്റുബേഷൻ പഠിപ്പിക്കാനായിട്ട് ഒരൊറ്റ സ്പെസിഫിക് ടാസ്ക് മാത്രമേ ഈ ഡമ്മിയിൽ പഠിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ET ഇൻറ്റുബേഷൻ പഠിപ്പിക്കാനായിട്ട് ആ ഒരു ഹ്യൂമൻ അനാട്ടമി ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു ഹെഡ്, അതുപോലെ തന്നെ ത്രോട്ട് റീജിയൻ, ലാറിങ്സ്, ലങ്സ് ഒക്കെയുള്ള ഒരു കുഞ്ഞ് ഡമ്മി. സോ ഹിയർ യു ക്യാൻ make the students in order to train and become experts in ET intubation. So this is realistic high-tech procedural simulators. The next is virtual reality. Virtual reality എന്ന് പറയുമ്പോൾ exactly a very similar environment to that of clinical scenario is created. അങ്ങനത്തെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിലേക്ക് നമ്മൾ ആ ഒരു കുട്ടീനെ എക്സ്പോസ് ചെയ്യുകയാണ്. ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ടു റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. സോ ലൈക്ക് ഒരു സൈക്യാട്രിക് വാർഡാണ് ക്ലിനിക്കൽ സിനേറിയോ, ഒരു അജിറ്റേറ്റഡ് പേഷ്യൻ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ ദർ വിൽ ബി എ പേഷ്യൻറ്റ്. ആ പേഷ്യൻറ്റ് ശരിക്കും ഒരു അജിറ്റേറ്റഡ് പേഷ്യൻറ്റിനെ പോലെ ബിഹേവ് ചെയ്യും. കുട്ടി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ആ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക, എന്തൊക്കെ മെഷേഴ്സാണ് ചെയ്യേണ്ടത് എന്ന് എക്സാക്ട്ലി ആ കുട്ടിക്ക് ഡിസൈഡ് ചെയ്യേണ്ടതുമായിട്ട് വരും. സോ ദാറ്റ് ഈസ് വെർച്വൽ റിയാലിറ്റി. ആൻഡ് ദ ലാസ്റ്റ് ഈസ് റിയലിസ്റ്റിക് ഹൈടെക് ഇൻട്രാക്റ്റീവ് പേഷ്യൻറ്റ് സിമുലേറ്റേഴ്സ്. സോ ഇത് ഇത്രോടെ ഹൈടെക് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് സിമുലേഷൻ ആണ്, വേർ to every response of the student the patient would be responding back. സോ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പൾസ് ചെക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ ഫീൽ ദ പൾസ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ പേഷ്യൻറ്റ് വുഡ് ബി റെസ്പോണ്ടിങ് ബാക്ക്. അങ്ങനത്തെ ഹൈടെക് ആയിട്ടുള്ള ഒരു സിമുലേറ്റർ ആണ് റിയലിസ്റ്റിക് ഹൈടെക് ഇൻട്രാക്റ്റീവ് പേഷ്യൻറ്റ് സിമുലേറ്റേഴ്സ്. So these are the various simulations which can be done in nursing or medical education using different mannequins. ഇനി ഇവിടെ നിങ്ങൾക്കൊരു we have an assignment here. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം സിമ്പിൾ മോഡൽസ് ഓർ മാനിക്വിൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് പേഷ്യൻസ്, ഈ രണ്ട് സിറ്റുവേഷൻസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്ത നാലെണ്ണം കമ്പ്യൂട്ടർ സ്ക്രീൻ ബേസ്ഡ്, റിയലിസ്റ്റിക് ഹൈടെക്, വെർച്വൽ റിയാലിറ്റി, അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഹൈടെക് ഇൻട്രാക്റ്റീവ് പേഷ്യൻറ്റ് സിമുലേറ്റേഴ്സ്. ഇതിൻ്റെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു ഹാവ് വീഡിയോസ് ഓർ മെറ്റീരിയൽസ്, ഇത് കണ്ടുപിടിക്കേണ്ടതാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. സോ നമ്മൾ റിസർച്ചിന് ഉപയോഗിച്ചിരുന്ന ഗ്രൂപ്പ്സില്ലേ, 5 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ആ ഗ്രൂപ്പ്സിന് ഞാനത് അലോട്ട് ചെയ്യുകയാണ്. ഓരോരുത്തരും ഓരോ ഗ്രൂപ്പ്, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് കമ്പ്യൂട്ടർ സ്ക്രീൻ ബേസ്ഡ്, സെക്കൻഡ് ഗ്രൂപ്പ് റിയലിസ്റ്റിക് ഹൈടെക് പ്രൊസീജിയറൽ സിമുലേറ്റർ, third and fourth group virtual reality, and the last group realistic. So ഇത്